തൃശൂർ മുണ്ടത്തിക്കോട് തിരുവമ്പാടി ദേവസ്ഥത്തിന്റെ വെടിക്കോപ്പ് നിർമ്മാണത്തിനിടെ സ്ഫോടനം നടന്ന സ്ഥലത്ത് തെരച്ചിൽ തുടരുകയാണ്. കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ 2 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. സ്ഫോടനത്തിൽ 13 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജിയിൽ നിന്ന് വിദഗ്ധരെത്തി DNA സാമ്പിൾ ശേഖരിച്ചു തുടങ്ങി. 13 പേരാണ് ചികിത്സയിൽ ഉള്ളതെന്നും 5 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്നും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നത്തെ പരിശോധനയിൽ 2 ഇടങ്ങളിൽ നിന്നായിക്കൊണ്ട് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അപകടം ഉണ്ടായതിൻ്റെ ഏകദേശം 300 മീറ്റർ അകലിൽ നിന്നാണ് ഒരു ശരീരാവശിഷ്ടം കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഈ തുരുത്തിന് എതിർഭാഗത്തു നിന്നായിക്കൊണ്ട് മറ്റൊരു ഭാഗത്തായിക്കൊണ്ടാണ് രണ്ടാമത്തെ ഒരു ഭാഗം കൂടി കണ്ടെത്തിയിരിക്കുന്നത്. പുരുഷന്റെ കയ്യിൻ്റെ ഭാഗമാണ് എന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്ന വിവരം. വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമേ അതിലൊക്കെ ഒരു വ്യക്തത വരാൻ കഴിയുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിന്റെ പരിശോധന പുരോഗമിക്കുകയാണ്. കടാവർ നായകൾ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്കൊപ്പം തന്നെ പോലീസിന്റെ പരിശോധനയുണ്ട്. അതുപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും കൂടാതെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഈ അപകടം ഉണ്ടായ ഭാഗത്തേക്ക് കാര്യമായ രീതിയിൽ ചെന്നെത്താൻ കഴിയുമായിരുന്നില്ല. അവിടെ വലിയ രീതിയിൽ തുടർച്ചയായിട്ടുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് അത്തരം സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഫയർഫോഴ്സ് ഏറെ നേരം വെള്ളം പമ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം തന്നെ ശമനമാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ടെത്തിക്കൊണ്ട് പരിശോധന നടത്താൻ കഴിയുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ വലിയ സൂക്ഷ്മതയോട് കൂടി തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവിടേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള അപകട സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ അവിടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യം ഇപ്പോഴും ഇവിടെ ഉറപ്പാക്കിയിട്ടുമുണ്ട്. ഏതായാലും ഇനി ഇവിടെ അവശേഷിക്കുന്ന ഈ വസ്തുക്കൾ പൊട്ടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നതിനാൽ അത് നിർവീര്യമാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് പോകുക എന്നുള്ളതാണ് പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും തീരുമാനം. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഏതായാലും ഇവിടെ മന്ത്രിമാരായിട്ടുള്ള കെ രാജൻ അതുപോലെ തന്നെ MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. അവരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായിക്കൊണ്ട് കൂടിക്കാഴ്ച നടത്തുകയും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവി അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരും ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി കൂടി ഇവിടേക്ക് വരുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഏത് വിധത്തിലുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. കൂടുതൽ ക്രമീകരണങ്ങൾ ആവശ്യമെങ്കിൽ അതിനുള്ള നിർദ്ദേശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും DGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അതുപോലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരും ഇവിടേക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വളണ്ടിയേഴ്സ് ഈ പ്രത്യേകമായിട്ടുള്ള പോലീസിന്റെ അനുമതിയോട് കൂടിയുള്ള വളണ്ടിയേഴ്സും അതുപോലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അവർ മാത്രമാണ് ഈ അപകടം നടന്ന മേഖലയിൽ ഉള്ളത്. അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിട്ടുള്ള ആ അപകടത്തിന്റെ തോത് എത്രമാത്രമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതിനും അപ്പുറത്താണ്. അവിടെയുള്ള മരങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചിന്നിച്ചെതറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മരങ്ങളൊക്കെ തന്നെ നിന്ന് കത്തുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ആ തെങ്ങൊക്കെ വലിയ രീതിയിൽ നശിച്ചിട്ടുമുണ്ട്. ആ വിധത്തിൽ മനുഷ്യ ശരീരങ്ങൾ കൂടി വെന്തൊരുങ്ങുന്ന ചിന്നിച്ചെതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലേക്കും ശരീരഭാഗങ്ങൾ തെറിച്ചെത്താനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമീപത്തുള്ള പാടശേഖരം കേന്ദ്രീകരിച്ചുകൊണ്ട് കടാവർ നായകളെ ഉപയോഗിച്ചുള്ള പരിശോധന കൂടി നടത്താൻ തീരുമാനിക്കുകയും ആ അന്വേഷണത്തിൽ 2 ശരീരഭാഗങ്ങൾ കണ്ടെടുക്കാൻ കഴിയുകയും ചെയ്തത്. ഇനിയും ഈ ഭാഗത്ത് ആരുടെയെങ്കിലും ശരീരഭാഗങ്ങൾ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള പരിശോധന പുരോഗമിക്കുകയാണ്. വൈകാതെ തന്നെ DGP കൂടി ഇവിടേക്ക് എത്തുന്നുണ്ട്. അജിംസ് സമീർ C. മുഹമ്മദാണ് വിവരങ്ങൾ നൽകുന്നത്. സംഭവസ്ഥലത്ത് നിന്ന് സിബി ജോസഫ് മെഡിക്കൽ കോളേജിൽ നിന്ന്. സിബി, ഇപ്പോൾ എത്ര മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്? ചികിത്സയിലുള്ള എത്ര പേർ ഗുരുതരാവസ്ഥയിലാണ്? അജിംസ് 9 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ PRD നൽകുന്ന കണക്ക് പ്രകാരമുള്ളത്. 13 പേർ മരിച്ചു എന്നുള്ളതാണ് കണക്ക്. പക്ഷേ ഇവരിൽ 9 പേരുടെ മൃതദേഹങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ 7 പേരുടെ മൃതദേഹങ്ങൾ അത് പൂർണ്ണമായ ശരീരഭാഗങ്ങൾ എന്ന് പറയാം. 2 പേരുടെ മൃതദേഹങ്ങൾ പൂർണ്ണമായ ശരീരഭാഗങ്ങളല്ല എങ്കിൽ പോലും അവരെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഈ 3 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. അതിൽ തൃശൂർ പഴയന്നൂർ സ്വദേശിയായ സുദർശനൻ, പാലക്കാട് കുമാരനല്ലൂർ സ്വദേശിയായ വാസുദേവൻ, തൃശൂർ കുണ്ടന്നൂർ സ്വദേശിയായ സുബിൻ, ഈ 3 പേരുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞ ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുള്ളത്. അതുകൂടാതെ ഇപ്പോൾ 2 പേരെ കൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒന്ന് എടപ്പാൾ സ്വദേശിയായ മണികണ്ഠൻ, അതോടൊപ്പം തന്നെ മലപ്പുറം മൂർക്കനാട് കൊളത്തൂർ സ്വദേശി പൊറ്റമ്മൽ സുബ്രഹ്മണ്യൻ, 50 വയസ്സാണ്. ഇദ്ദേഹത്തെയും ബന്ധുക്കൾ വന്ന് ഇന്നിപ്പോൾ രാവിലെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊത്തം 5 മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും ബന്ധുക്കൾ
വന്ന് DNA പരിശോധനാ ഫലം ഉൾപ്പെടെ DNA പരിശോധന വഴിയാണ് അവസാനത്തെ 2 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ 5 മൃതദേഹങ്ങൾ ഇപ്പോൾ കൈമാറി എന്ന് നമുക്ക് പറയാം. 13 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. ഈ 5 പേരിൽ 2 പേർ വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്ററിൽ കഴിയുന്നവരിൽ ഒരാൾ ഈ ലൈസൻസി കൂടിയായ അവിടെ ഈ പടക്കശാലയുടെ ലൈസൻസ് കൂടിയായ സതീഷ് ഉൾപ്പെടെ 2 പേർ വെന്റിലേറ്ററിൽ കഴിയുന്നു. ബാക്കിയുള്ള ആളുകൾ ബാക്കിയുള്ള 3 പേർ ICUവിലും ഗുരുതരാവസ്ഥയിലാണ്. ബാക്കിയുള്ള 6 പേരുടെ നില തൃപ്തികരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മരിച്ചവരുടെ മൃതദേഹങ്ങൾ അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് DNA പരിശോധനയോടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബന്ധുക്കൾ ഇവിടെ എത്തി സാമ്പിൾ നൽകി പിന്നീട് ആ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് തന്നെ DNA പരിശോധനയോടെ മാത്രമേ ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയൂ. മാത്രമല്ല പല 23ഓളം മൃതദേഹ അവശിഷ്ടങ്ങളാണുള്ളത്. ഇതിൽ 11 എണ്ണം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ളവ ഇനിയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി പിന്നീട് DNA പരിശോധന ഉൾപ്പെടെ നടത്തി തീർത്തും പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് ഈ നടപടികൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി ഏറ്റവും ത്വരിതഗതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോടെക്നോളജി സംഘം ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ എറണാകുളം, കൂടാതെ തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങി മറ്റുള്ള ജില്ലകളിലെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു രോഗിക്ക് 3 ഡോക്ടർമാർ എന്ന നിലയിലാണ് പരിശോധന തുടരുന്നത്. പൂർണ്ണമായും ഏറ്റവും നല്ല സൗകര്യങ്ങൾ നൽകുന്ന, ഏറ്റവും നല്ല ചികിത്സ ലഭ്യമാക്കുന്ന രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായും ഇവിടെ എത്തിയ മന്ത്രിമാർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും 13 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. ഇതിൽ 5 പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്. അതിൽ 2 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണ്. 9 മൃതദേഹങ്ങൾ ഇതുവരെ ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ 13 പേർ ഈ ഒരു വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സങ്കീർണമായ കാര്യം, പലരുടെയും മൃതദേഹങ്ങൾ ഛിന്നഭിന്നമായ അവസ്ഥയായിരുന്നു. 23ഓളം മൃതദേഹ അവശിഷ്ടങ്ങളുണ്ട്. അത് ഇനിയിപ്പോൾ DNA പരിശോധനയോടെ ഈ ബന്ധുക്കൾ എത്തിയ മുറയ്ക്ക് അത് സാമ്പിൾ ശേഖരിച്ച് പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ആ പ്രോട്ടോകോൾ പ്രകാരം ഇത് തിരിച്ചറിയാൻ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ മരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവരാൻ വേണ്ടി ഇനിയും സമയമെടുക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന് മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും BM സുധീൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോൾ അകത്തേക്ക് ഈ പരിക്കേറ്റവരെ സന്ദർശിക്കുന്നതിന് വേണ്ടിയും മെഡിക്കൽ കോളേജിലെ അധികൃതരുമായി സംസാരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ ഇന്നിപ്പോൾ രാവിലെ മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. എന്തായാലും അതീവ സങ്കീർണമായ കാര്യം എന്ന് പറയുന്നത് ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ അത് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജിംസ്.